ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉക്രൈനെ പൂർണ്ണമായും തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വരും മാസങ്ങളിൽ റഷ്യ വൻ സൈനിക നീക്കത്തിന് ഒരുങ്ങുന്നതായി അന്താരാഷ്ട്ര നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ഏകദേശം 1,00,000-ലധികം സൈനികരെ അണിനിരത്തിക്കൊണ്ട് കിഴക്കൻ ഉക്രൈനിൽ അതിശക്തമായ ആക്രമണം നടത്താനാണ് പുടിന്റെ സൈന്യം പദ്ധതിയിടുന്നത്. വരാനിരിക്കുന്ന വേനൽക്കാലത്തിന് മുൻപായി ഉക്രൈനിയൻ നഗരങ്ങൾ പിടിച്ചെടുക്കാനും സമാധാന ചർച്ചകളിൽ സ്വന്തം നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുവാനുമാണ് റഷ്യയുടെ നീക്കമെന്നാണ് വിലയിരുത്തുന്നത്. നിലവിൽ റഷ്യൻ സൈന്യം ചെറിയ മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും അവർക്ക് വൻതോതിൽ സൈനികരെ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള യുക്രൈന്റെ പ്രതിരോധം റഷ്യൻ ടാങ്കുകൾക്കും വാഹനങ്ങൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇതുമൂലം മോട്ടോർ സൈക്കിളുകളിലും മറ്റും ചെറിയ സംഘങ്ങളായി എത്തിയാണ് റഷ്യൻ സൈന്യം ഇപ്പോൾ ആക്രമണം തുടരുന്നത്. റഷ്യയുടെ ഈ പുതിയ നീക്കത്തെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഉക്രൈൻ സൈനിക ഉദ്യോഗസ്ഥർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. റഷ്യൻ സമ്പദ് വ്യവസ്ഥ തകർച്ചയിലാണ് എന്നും പുതിയ സൈനികരെ പരിശീലിപ്പിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നും ഉക്രൈൻ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായത്തോടെ റഷ്യൻ അധിനിവേശത്തെ തടഞ്ഞു നിർത്താൻ ഉക്രൈൻ ജനത ഒന്നടങ്കം പോരാടുമെന്ന് സൈനിക മേധാവികൾ വ്യക്തമാക്കി. ഹോങ്കോങ്ങിലെ പ്രമുഖ മാധ്യമപ്രവർത്തകനും ജനാധിപത്യ പോരാളിയുമായ ജിമ്മി ലായ്ക്ക് കോടതി 20 വർഷം തടവ് ശിക്ഷ വിധിച്ചു. രാജ്യസുരക്ഷാ നിയമം ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് 78 വയസ്സുള്ള ജിമ്മി ലായ്ക്കെതിരെ ഈ കടുത്ത നടപടിയെടുത്തത്. ഹോങ്കോങ്ങിൽ ഒരു മാധ്യമപ്രവർത്തകന് ലഭിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണിതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ വിധിയെ വലിയ അനീതി എന്നാണ് ബ്രിട്ടനും അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും വിശേഷിപ്പിച്ചത്. പ്രായമായ ഒരാൾക്ക് 20 വർഷത്തെ തടവ് നൽകുന്നത് ജീവപര്യന്തത്തിന് തുല്യമാണ് എന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു. അതേസമയം ചൈനയെ വിമർശിക്കുന്നവരുടെ വായടപ്പിക്കാനാണ് ഇത്തരം നിയമങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് ലോകരാജ്യങ്ങൾ കുറ്റപ്പെടുത്തി. തന്റെ പിതാവ് ജയിലിനുള്ളിൽ കിടന്ന് മരിക്കുമോ എന്ന് ഭയപ്പെടുന്നതായി ജിമ്മി ലായുടെ മകൻ സെബാസ്റ്റ്യൻ പറഞ്ഞു. ജിമ്മി ലായെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ നിയമം നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് ചൈനയുടെയും ഹോങ്കോങ്ങിന്റെയും നിലപാട്. ഇറാനുമായുള്ള ആണവ ചർച്ചകളിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് വ്യക്തമാക്കി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഒമാനിൽ നടന്ന ചർച്ചയുടെ തുടർച്ചയായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാധാനപരമായ പ്രതിഷേധം നടത്തുന്ന ഇറാനിലെ ജനങ്ങൾക്കൊപ്പമാണ് അമേരിക്കയെന്നും പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്ന നടപടി അംഗീകരിക്കാനാവില്ല എന്നും വാൻസ് കൂട്ടിച്ചേർത്തു. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ അമേരിക്ക എത്രത്തോളം ഇളവ് നൽകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമായ മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. ചർച്ചകളിലെ തന്ത്രങ്ങൾ പരസ്യമാക്കുന്നത് ഭാവിയിലെ തീരുമാനങ്ങളെ ബാധിക്കുമെന്നാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. അടുത്തഘട്ട ചർച്ചകളിൽ ആണവ വിഷയത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ വിട്ടുവീഴ്ചകൾ ഉണ്ടാകുമെന്നാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത്. അതേസമയം യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തുന്നത് തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് ആരാഗ്ചി അറിയിച്ചു. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി യുറേനിയം ഉപയോഗിക്കാൻ തങ്ങളെ അനുവദിക്കണമെന്നാണ് ഇറാന്റെ നിലപാട്. ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. വീണ്ടും കാനഡയുമായി ഇടഞ്ഞ ട്രംപ് കാനഡയെയും അമേരിക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ പാലം തുറക്കാൻ സമ്മതിക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. കാനഡയും ചൈനയും തമ്മിൽ ഒപ്പിട്ട പുതിയ വ്യാപാര കരാറിനെയും ട്രംപ് വിമർശിച്ചു. കനേഡിയൻ പ്രവിശ്യയായ ഒന്റാറിയോയെ US സംസ്ഥാനമായ മിഷിഗണുമായി ബന്ധിപ്പിക്കുന്ന ഗോഡി ഹോവ് അന്താരാഷ്ട്ര പാലം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിയുമായി രംഗത്ത് വന്നത്. അമേരിക്ക ഇതുവരെ കാനഡയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി പ്രതിഫലം നൽകാതെ പാലം തുറക്കാൻ സമ്മതിക്കില്ലെന്ന് ട്രംപ് പറഞ്ഞു. ഇതുകൂടാതെ അമേരിക്ക അർഹിക്കുന്ന ബഹുമാനം കാനഡ അമേരിക്കയ്ക്ക് നൽകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. തങ്ങൾ ഉടൻ തന്നെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുമെന്നും ഈ ആസ്തിയുടെ പകുതിയെങ്കിലും തങ്ങൾക്ക് വേണമെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയിലെ ഡെട്രോയിറ്റിനെയും ഒന്റാറിയോയിലെ വിൻസറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിന്റെ ചെലവ് $4.7 ബില്യൺ ആണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. 2018 ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. കനേഡിയൻ കമ്പനിയായിരുന്നു ഇതിന്റെ നിർമ്മാണം നടത്തിയത്. കാനഡയായിരുന്നു ഈ പദ്ധതിയുടെ ചിലവിന്റെ ഭൂരിഭാഗവും മുടക്കിയത്. ഈ വർഷം ആദ്യം ഇത് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാനിരിക്കെയാണ് ഭീഷണികളുമായി ട്രംപ് രംഗത്ത് വന്നത്. ഈ പാലം യാഥാർത്ഥ്യമാകുന്നതിലൂടെ യാത്രക്കാർക്ക് പ്രതിവർഷം $12.7 മില്യൺ ലാഭിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തുന്നത്. 30 വർഷത്തെ ട്രോൾ പിരിവിലൂടെ ഇതിന്റെ ചെലവ് തിരിച്ചുപിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാനഡയും ചൈനയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാറിനെ വിമർശിച്ച ട്രംപ് കാനഡയെ ഇത് ജീവനോടെ തിന്നും എന്നും പ്രതികരിച്ചു. അമേരിക്ക ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഹുർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് പുതിയ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് അമേരിക്ക. ഇറാൻ സമുദ്രാതിർത്തിയിൽ നിന്ന് കഴിയുന്നത്ര അകലം പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. ട്രാക്കിംഗ് സംവിധാനങ്ങൾ സജീവമായി നിലനിർത്താനും അമേരിക്ക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാന്റെ പ്രാദേശിക ജലാശയങ്ങളിൽ നിന്നും സമുദ്രാതിർത്തിയിൽ നിന്നും കഴിയുന്നത്ര അകലം പാലിക്കാനാണ് നിർദ്ദേശം.
US സഖ്യസേന നാവികസേനകളുമായി ഏകോപിപ്പിക്കാനും കപ്പൽ ക്യാപ്റ്റന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനിയൻ സൈന്യം US രജിസ്റ്റർ ചെയ്ത കപ്പലുകളിൽ കയറാൻ ശ്രമിച്ചാൽ അനുമതി വാക്കാൽ നിരസിക്കണമെന്ന് US ഗതാഗത വകുപ്പിന്റെ മാരിടൈം അഡ്മിനിസ്ട്രേഷൻ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ഹോർമൂസ് കടലിടുക്കിൽ കിഴക്കോട്ട് സഞ്ചരിക്കുമ്പോൾ ഇറാൻ സമുദ്രതീരങ്ങൾ ഒഴിവാക്കി ഒമാന്റെ സമുദ്രത്തേക്ക് സഞ്ചരിക്കണമെന്നാണ് നിർദ്ദേശങ്ങളിൽ പറയുന്നത്. ചെറിയ ബോട്ടുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് ഇറാനിയൻ സമുദ്രാതിർത്തിയിലേക്ക് വാണിജ്യ കപ്പലുകൾ നിർബന്ധിച്ച് കടത്താനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നും മാരിടൈം അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. അമേരിക്ക തങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച സാമ്പത്തിക ഉപരോധം നീക്കിയാൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ അളവ് കുറയ്ക്കാമെന്ന് ഇറാന്റെ ആണവ മേധാവി മുഹമ്മദ് ഇസ്ലാമിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. US ഇറാൻ ചർച്ചകൾക്ക് പിന്നാലെയാണ് സുപ്രധാനമായ തീരുമാനം. US ഇറാൻ ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലുമാണ് ഇറാൻ നിലപാട് വ്യക്തമാക്കിയത്. UN ആണവ ഏജൻസി 2025 മെയ് മാസത്തിൽ ഇറാന്റെ പക്കൽ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം 440 കിലോഗ്രാമിൽ കൂടുതലുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ അളവ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്ക രംഗത്തെത്തിയിരുന്നു. ഇത്രയധികം യുറേനിയം ശേഖരം അനുവദിക്കാനാകില്ലെന്ന നിലപാടിലായിരുന്നു അമേരിക്ക. ഇറാന്റെ പക്കലുള്ള യുറേനിയം ശേഖരം ഉപയോഗിച്ച് ഉടനടി 90% സമ്പുഷ്ടീകരിക്കാൻ കഴിയുമെന്നും എളുപ്പത്തിൽ ബോംബ് നിർമ്മാണം സാധിക്കുമെന്നുമായിരുന്നു US-ന്റെ വിശദീകരണം. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ പുറത്തേക്ക് മാറ്റണമെന്നും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി പരിമിതപ്പെടുത്തണമെന്നും US ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം ആർക്കും അടിയറവ് വയ്ക്കില്ലെന്ന് ഇറാൻ നിലപാടെടുത്തിരുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ യുറേനിയത്തിന്റെ അളവ് കുറയ്ക്കാനുള്ള ഇറാന്റെ തീരുമാനം നയതന്ത്ര ചർച്ചകളിൽ ഒരു വഴിത്തിരിവായി മാറുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള അവകാശം ഇറാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് ആരാഗ്ചി വ്യക്തമാക്കിയത്. തങ്ങളുടെ മേൽ ഒരു യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ പോലും ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവില്ല എന്നും ആരാഗ്ചി പറഞ്ഞിരുന്നു. അഭയാർത്ഥികളുമായി പോയ ബോട്ട് മെഡിറ്ററേനിയൻ കടലിൽ ലിബിയൻ തീരത്ത് മറിഞ്ഞ് കാണാതായ 2 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള 53 പേർ മരിച്ചു എന്ന് നിഗമനം. ലിബിയൻ അധികൃതർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ നൈജീരിയൻ സ്വദേശികളായ 2 സ്ത്രീകളെ മാത്രമാണ് രക്ഷിക്കാനായത് എന്ന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ വ്യക്തമാക്കിയിരുന്നു. രക്ഷപ്പെട്ടവരിൽ ഒരാളുടെ ഭർത്താവിനെയും മറ്റൊരാളുടെ 2 കുഞ്ഞുങ്ങളെയും കാണാതായിരുന്നു. വ്യാഴാഴ്ച സാവിയയിൽ നിന്ന് പുറപ്പെട്ട ബോട്ട് സുവാര തീരത്ത് മറിയുകയായിരുന്നു. ലിബിയൻ തലസ്ഥാനമായ ട്രിപ്പോളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തീരദേശ പട്ടണങ്ങളാണ് സാവിയും സുവാരയും. UN ഏജൻസിയുടെ കണക്കനുസരിച്ച് 2025 മധ്യ മെഡിറ്ററേനിയൻ കടലിൽ 1300-ലധികം അഭയാർത്ഥികളെ കാണാതായിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ജനുവരിയിൽ മാത്രം ഈ പ്രദേശത്ത് കുറഞ്ഞത് 375 അഭയാർത്ഥികളെ കാണാതായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ.